F1 കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത വമ്പൻ ബജറ്റ് ചിത്രം F1 കണ്ടു. ഫോർമുല 1-ൽ ക്രേസ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്ത് കാണുവാൻ സാധിക്കുന്ന തരത്തിലാണ് F1 എന്ന പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഫോർമുല 1 കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ചിത്രത്തിൻ്റേതായ ഒരു സ്പോർട്സ് ടൈപ്പ് ലാംഗ്വേജ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുവാൻ സാധിക്കും എന്നാണ് തോന്നിയത്. ബ്രാഡ് പിറ്റാണ് സോണി ഹൈസ് എന്ന നായക കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ചേറെ വർഷങ്ങളായി റേസിംഗ് ഫീൽഡിൽ ഇല്ലാത്ത, മുൻപ് ഒരു അപകടത്തിൽപ്പെട്ട നായക കഥാപാത്രത്തെ ഒരു സുഹൃത്ത് അയാളുടെ കമ്പനിക്ക് വേണ്ടി ഫോർമുല 1 വിജയിപ്പിക്കാനു വേണ്ടി നായകനെ സമീപിക്കുന്നതാണ് ചിത്രത്തിൻ്റെ തുടക്കം. പിന്നീട് തൻ്റെ പ്രായത്തെയും പരിമിതികളെയും ഒക്കെ അതിജീവിച്ച് റേസിനിറങ്ങുന്ന നായകനെ കാണാം. അതീവ കോൺഫിഡൻസ് ഉള്ള നായകൻ എന്തു തന്നെ ആയാലും അവസാനം ജയിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും അന്ത്യം വരെ പ്രേക്ഷകനെ എൻഗേജ്ഡ് ആക്കി പിടിച്ചിരുത്തുന്ന തരത്തിലാണ് ചിത്രം കഥ പറഞ്ഞു പോയിരിക്കുന്നത്. ഇമോഷണൽ ട്രാക്കിലൂടെയും കൂടെയാണ് ചിത്രം പാരലൽ ആയി സഞ്ചരിക്കുന്നത്. ബ്രാഡ് പിറ്റിൻ്റെ ടീമിലെ യുവാവായ സഹതാരമായുള്ള വികാരപരമായ പ്രശ്നങ്ങളും പിണക്കങ്ങളും അയാളെ ബ്രാഡ് പിറ്റ് ഏതു തരത്തിൽ മാനേജ് ചെയ്യുന്നു എന്നതും ചിത്രത്തിൻ്റെ ഹൈലൈറ്റുകളിൽ ഒന്നാകുന്നു. ജോഷുവ എന്ന യുവതാരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡാംസൺ ഐഡ്രിസ് ആണ്. ജാവിയർ ബ്രാഡ് പിറ്റിൻ്റെ സുഹൃത്തായ ടീം ഓണർ റൂബനായും പെർഫോം ചെയ്തിരിക്കുന്നു. ഈ സീസണിൽ റൂബൻ്റെ ടീം ജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ സ്വപ്നം കണ്ടിരുന്നില്ല. അതിനുവേണ്ടിയാണ് നായകനെ F1-ലേക്ക് കൊണ്ടുവരുന്നത്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ വളരെ സൗണ്ടഡായി തന്നെ ഫീൽ ചെയ്തു. പല രംഗങ്ങളിലും ഒരു സ്പോർട്സ് കാർ റേസിൽ നാം സ്വയം പങ്കെടുക്കുന്ന ഫീൽ വരികയും ചിലയിടങ്ങളിൽ ഗാലറിയിൽ ഇരുന്ന് ഫോർമുല 1 കാണുന്ന പ്രതീതിയും ഈ സിനിമ തന്നു. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗാനങ്ങളും പടത്തിൻ്റെ ഒഴുക്കിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഒറിജിനൽ റേസിംഗ് ട്രാക്കുകളിൽ തന്നെയാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. അതിനൊത്ത ക്യാമറ വർക്കും സിനിമയുടെ ആസ്വാദനത്തെ രസകരമായി തന്നെ കൊണ്ടുപോയി. F1-ൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ പ്രേക്ഷകൻ്റെ സമ്മർദ്ദം കൂട്ടുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. ക്ലൈമാക്സ് രംഗങ്ങൾ ഹെവിയായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. പടത്തിൽ അവസാനം പറയുന്ന പോലെ അയാൾ പറക്കുന്നു എന്നതുപോലെ തന്നെയാകുന്നു ക്ലൈമാക്സ് രംഗങ്ങളും. വലിയ വലിയ കമ്പനി ടീമുകളെ പിന്നോക്കം നിൽക്കുന്ന നായകൻ്റെ ടീം ഉറപ്പോടെ നേരിടുന്നതും മാധ്യമങ്ങളുടെ ഇടപെടലുകളും മറ്റു പരിഹാസങ്ങളുമൊക്കെ ചിത്രത്തിൻ്റെ ആവേശം കൂട്ടുന്ന തരത്തിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ വിജയത്തിന് ശേഷം ജോസഫ് കോസിൻസ്കി ഒരു റിയൽ ആയുള്ള F1 അനുഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലോഡിയോ മിറാണ്ടയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഓരോ രംഗത്തിലും ആവേശം കൂട്ടുന്ന തരത്തിൽ ചിത്രത്തിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ഹാൻസ് സിമ്മർ ആണ്. തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട വമ്പൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിത്രമാകുന്നു F1.